റീജിയണൽ ഫയർ ഓഫീസർ അബ്ദുൾ റഷീദ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ അബ്ദുൾ റഷീദ്, ആക്കുളം കേന്ദ്രീയ വിദ്യാലയത്തിന് സമീപമാണ് CNGയുടെ ചോർച്ച ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചോർച്ച ഉണ്ടായാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകട വശങ്ങൾ എന്താണ്? എന്തൊക്കെ അപകടങ്ങൾക്കുള്ള വഴിയുണ്ട് അതിന്? ഇതിപ്പം CNGയുടെ ചോർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. CNG എന്ന് പറയുമ്പോൾ നമ്മൾ LPG നിന്നും തികച്ചും വ്യത്യസ്തമാണ്. LPG എന്ന് പറഞ്ഞാൽ എയറിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഹെവി ആയിരിക്കും. അതുകൊണ്ട് LPG നേരെ താഴെ സെറ്റിൽ ചെയ്ത് എയറിന് താഴെയായിട്ട് സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കൂടുതൽ അപകടകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. പക്ഷെങ്കിൽ CNG എന്ന് പറഞ്ഞാൽ എയറിനെക്കാട്ടിൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. അതുകൊണ്ട് തന്നെ LPG ഉണ്ടാക്കുന്ന അത്ര അപകട സാധ്യത CNG ഉണ്ടാക്കുന്നില്ല. പക്ഷെ അപ്പോഴും അത് ആ എയറിൽ CNGയുടെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചെറിയ ഇഗ്നിഷൻ കിട്ടിയാലും അത് കത്തിപ്പറ്റാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ കൂടുതൽ അളവിൽ താഴെ തങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേക വശം എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ട് ലീക്കായി കഴിഞ്ഞാലും അതിന് എയറിനെക്കാട്ടിൽ ഡെൻസിറ്റി കുറവായതുകൊണ്ട് അത് മുകളിലേക്ക് കുറേശ്ശായിട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് കാറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിസിപ്പേറ്റ് ചെയ്ത് അങ്ങ് പോവും നോർമലി. അതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷൻ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൂടുതലായിട്ട് നിലനിൽക്കില്ല എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് LPG അപേക്ഷിച്ച് നമുക്ക് CNGക്കുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിന് ലീക്ക് വന്നു കഴിഞ്ഞാൽ ഏത് സമയത്തും സ്പാർക്ക് ഉണ്ടെങ്കിലും അവിടെ തീ പിടിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഈ പൈപ്പ് ലൈനിൽ നിന്നാണ് വരുന്നതെന്നുള്ളത് കൊണ്ട് പൈപ്പ് ലൈനുകൾക്ക് ഐസൊലേഷൻ വാൽവുകൾ ഈ രണ്ട് സൈഡിലും ഉണ്ടാവും. ഈ ഐസൊലേഷൻ വാൽവുകൾ നമ്മൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഐസൊലേഷൻ വാൽവ് മുതൽ ലീക്ക് ഉണ്ടായ സ്ഥലം വരെ ഉള്ള പൈപ്പ് ലൈനിൽ അവശേഷിക്കുന്ന വാതകം എത്രത്തോളമാണോ ആ വാതകം പുറത്തു പോകുന്നത് വരെയാണ് അതിൽ റിസ്ക് ഉള്ളത്. അത്രയും വാതകം പുറത്തു പോയി അത് അന്തരീക്ഷത്തിലെങ്കിൽ ലയിച്ച് പോയി കഴിഞ്ഞാൽ പിന്നീട് അതിൽ റിസ്ക് ഉണ്ടാകുന്നില്ല. ഇതാണ് ഇതിന്റെ ഒരു സാങ്കേതിക വശം എന്ന് പറയുന്നത്. ഈ ചോർച്ച ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ പരിസരവാസികൾ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു വാൽവിലെ ചോർച്ച അടയ്ക്കാൻ പറ്റിയിട്ടുണ്ട്, ആ ചോർച്ച നിന്നിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് അന്തരീക്ഷത്തിൽ ഇതിങ്ങനെ നിൽക്കുന്നത് കാണാം. അതിൻ്റെ അല്പം കളർ വ്യത്യാസമൊക്കെ ഉണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മരങ്ങൾക്ക് മുകളിലാണ് അത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ അവിടെ പ്രദേശവാസികളൊക്കെ സ്വീകരിക്കേണ്ടുന്ന ഒരു മുന്നറിയിപ്പ് എന്താണ്? പ്രധാനമായിട്ട് LPG ലീക്കായി കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കുമോ അത് തന്നെ ഇവിടെയും സ്വീകരിക്കണം. അതായത് വാഹനങ്ങളുടെ ഗതാഗതം ആ ഭാഗത്ത് നിരോധിക്കണം. അതേപോലെ ഒരു സ്പാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുക. മീൻസ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ സമീപത്ത് അത് ഉപയോഗിക്കുന്നതും ഒരു സ്പാർക്ക് ഉണ്ടാകാൻ എന്തെല്ലാം സാധ്യതകൾ ഉണ്ടാകാമോ അതെല്ലാം നമ്മൾ അവിടെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. പിന്നെ ആൾക്കാരെ ആ ഭാഗത്തു നിന്നും ഒഴിവാക്കുക. രക്ഷാപ്രവർത്തകർ മാത്രമായിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ള ആൾക്കാരെയൊക്കെ ആ ഭാഗത്തു നിന്ന് ഒഴിവാക്കുക. ഇതാണ് നോർമലി നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ചോർച്ച നിന്ന് കഴിഞ്ഞാൽ ഇനി എത്ര നേരം അതിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാകും? ഇത് അപകടകരമായ നിലയിലുണ്ടാകും? LPG പോലെ അപകടകരമായ നിലയിൽ ഇത് കൂടുതൽ സമയം അവിടെ തങ്ങി നിൽക്കില്ല. കാരണം ഇത് എയറിനെക്കാട്ടിൽ ഡെൻസിറ്റി കുറവായതുകൊണ്ട് അത് മുകളിലേക്ക് തന്നെ അങ്ങ് പോകും. താഴെ ഡെൻസിറ്റി കൂടിയ എയർ ആയിരിക്കും നിൽക്കുക. ഈ CNG ലീക്ക് ആയതെല്ലാം മുകളിലേക്ക് പോകുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ആ അപകട സാധ്യത അങ്ങ് ഒഴിവായി മാറും. LPG ആണെങ്കിൽ നേരെ തിരിച്ചാണ്. എയറിനെക്കാട്ടിൽ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് LPG എപ്പോഴും താഴെ തങ്ങി നിൽക്കും. അത് മൊത്തത്തിൽ അതിന്റെ സാന്ദ്രത വളരെ കുറഞ്ഞ് എയറുമായിട്ട് ഒരുപാട് ന്യൂട്രലൈസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ LPGയുടെ അപകട സാധ്യത കുറയുള്ളൂ. പക്ഷെ കമ്പാരിറ്റീവ്ലി CNG പെട്ടെന്ന് തന്നെ അപകട സാധ്യത ഒഴിവാകും. ഇതൊരു കൺഫൈൻഡ് ഏരിയ അല്ലാത്തത് കൊണ്ട് ഇത് ഓപ്പൺ ഏരിയ ആണല്ലോ. കൺഫൈൻഡ് ഏരിയ ആണെങ്കിൽ ഇത് ഗ്യാസ് നമുക്കവിടെ തങ്ങി നിൽക്കുമെന്ന് പറയാം. ഓപ്പൺ ആയതുകൊണ്ട് കാറ്റൊക്കെ അടിച്ച് പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. വേറെ വലിയ ഒരു അപകട സാധ്യത LPG പോലൊരു വലിയ അപകട സാധ്യത ഇതിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ ചോർച്ച നിന്നിട്ടുണ്ടെങ്കിൽ അപകട സാധ്യത ഒഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ? അപകട സാധ്യത ഏതാണ്ട് ഒഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും കുറച്ച് സമയം കൂടെ നമ്മൾ ഒരു ശ്രദ്ധ വേണം. കാരണം ഇത് എത്രമാത്രം ഡിസിപ്പേറ്റ് ചെയ്ത് പോയി നമുക്കറിയില്ല. അതേപോലെ പൈപ്പ് ലൈനിലുള്ളത് പൈപ്പ് ലൈനിലെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഇരുന്നുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ അബ്ദുൾ റഷീദ് ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. ഏകദേശം അവിടുത്തെ അപകട സാധ്യത ഒഴിയുന്നു എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഈ വാൽവുകൾ രണ്ട് ഭാഗത്തു നിന്നും ക്ലോസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും ഇതിൻ്റെ സംവിധാനം. അങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ അവിടെ നിന്ന് ഡാൻ തന്നെ ആ ചോർച്ച കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആദ്യം ആ ചോർച്ചയുടെ അളവ് കുറയുന്നുണ്ടായിരുന്നു, പിന്നീട് അത് പൂർണ്ണമായും അവസാനിച്ചു. അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് നേരം അവിടെ അന്തരീക്ഷത്തിൽ കെട്ടി നിൽക്കുന്ന CNG ഒഴിഞ്ഞു പോകേണ്ടുന്ന സമയമേ ഉള്ളൂ. അത് വളരെ പെട്ടെന്ന് തന്നെ വായുവിൽ ലയിക്കും എന്ന കാര്യമാണ് സൂചിപ്പിച്ചത്. LPGയുടെ അത്രയും അപകടകാരിയല്ല CNG, ഭാരം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് അന്തരീക്ഷത്തിൽ ലയിച്ച് പെട്ടെന്ന് തന്നെ അപകട സാധ്യത ഒഴിവാകുന്ന സാഹചര്യമാണ് ഉണ്ടാവുക എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഡാൻ കുര്യൻ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. ഡാൻ, ഇപ്പോൾ വാഹനങ്ങൾ
കടന്നു പോകുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ പൂർണ്ണമായും ആ അപകട സാഹചര്യം ഒഴിവായി എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് അവിടുന്ന് ഇപ്പോൾ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് ഒരു വശത്ത് നിന്ന് വാഹനങ്ങൾ പോലീസിന്റെ കൃത്യമായ നിർദ്ദേശത്തെ തുടർന്ന് കിംസ് ആശുപത്രിക്ക് മുന്നിലൂടെയുള്ള റോഡിലൂടെ വാഹനങ്ങൾ ഇവിടേക്ക് കുമാരപുരം ദിശയിലേക്ക് വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി മറുവശത്തേക്കുള്ള വാഹനങ്ങൾ, അതും ആ വാഹനങ്ങൾ ഇപ്പോൾ ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഏതാണ്ട് ഒരു മണിക്കൂറായി ബ്ലോക്കായി നിന്ന വാഹനങ്ങളാണ് ഇപ്പോൾ ഇരുവശങ്ങളുമായി പോയി തുടങ്ങിയിരിക്കുന്നത്. അതായത് ഈ ലീക്കേജ് കൃത്യമായി അടച്ചുവെന്ന് ഉറപ്പാക്കിയതിന് ശേഷം അതിനുശേഷമാണ് ഈ നടപടി ആരംഭിച്ചിരിക്കുന്നത്. ആ ഭാഗത്തേക്ക്, അതായത് ഈ ലീക്കേജ് ഉണ്ടായ പൈപ്പ് ലൈനിന്റെ സമീപത്തേക്ക് നമുക്ക് അല്പസമയത്തിനകം എത്താൻ കഴിയും. കാരണം ഇതുവരെ നമുക്ക് അവിടേക്ക് പോകുന്നതിനൊരു കൃത്യമായ നിയന്ത്രണം ഉണ്ടായിരുന്നു, വിലക്കുണ്ടായിരുന്നു. ആ വിലക്ക് നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കൃത്യമായി അതിനടുത്ത് പോയി എന്താണ് സംഭവിച്ചത് എന്ന കാര്യം നേരിൽ അടുത്ത് കാണാൻ കഴിയുന്ന ഒരു സൗകര്യം ഒരുങ്ങുകയാണ്. CNG അത് പൂർണ്ണമായി അവിടെ നിന്ന് ഇതെങ്ങനെയാണ് അനുഭവപ്പെട്ടത്? സ്മെല്ലുണ്ടായിരുന്നോ? ഡാൻ ഏറ്റവും ആദ്യം അവിടെ എത്തിയ മാധ്യമപ്രവർത്തകനാണ്, ഏറ്റവും അടുത്ത് വരെ എത്തിയിരുന്നു ഡാൻ. അപ്പോൾ സ്മെല്ലുണ്ടായിരുന്നോ? എങ്ങനെയാണ് ഇത് അനുഭവപ്പെട്ടത്? രൂക്ഷമായ ഗന്ധമായിരുന്നു. നമുക്ക് അതിനടുത്ത് നിൽക്കാൻ കഴിയില്ല, അത്രയും രൂക്ഷമായ അളവിൽ. കാരണം ഇത് ഒരു കൃത്യമായ ഒരു മെഷർമെന്റ് വെച്ചിട്ടുള്ള ഒരു വാതകമല്ല പുറത്തേക്ക് തള്ളി ചോർച്ചയുണ്ടായത്. അത് കൃത്യമായി ഇങ്ങനെ ഓരോ മിനിറ്റ് ഇടവിട്ട് കുമിഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, പുറത്തേക്ക് തള്ളി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അധിക നേരം നമുക്കിവിടെ സ്വാഭാവികമായി തന്നെ നിൽക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോഴാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെത്തി നമ്മൾ ഇവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് മാറി നിൽക്കണം. കാരണം അത് കൂടുതൽ അളവിൽ അവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഇടയാകുന്ന ഒരു അപകട സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ട് അവർ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി ഇവിടെ നിന്ന് നമ്മൾ ഉൾപ്പെടെ ഇവിടെ കൂടുന്ന ആളുകളെ, വാഹനങ്ങളിലുണ്ടായിരുന്ന യാത്രക്കാരെ, സ്ഥലവാസികളെ, വീടുകളിൽ താമസിക്കുന്ന ആളുകളെ ഉൾപ്പെടെ പൂർണ്ണമായി മാറ്റിയത്. ഇതാണ് സ്ഥലം. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ JCB ഉപയോഗിച്ച് കുഴിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു അപ്രതീക്ഷിതമായി ഈ വാതക പൈപ്പ് ലൈൻ, അതായത് CNG പൈപ്പ് ലൈനിൽ ഈ ചോർച്ച ഉണ്ടാകുകയും ഒരു മണിക്കൂർ നേരം ആശങ്കയ്ക്കിടയാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തത്. ഇപ്പോൾ ലീക്കേജ് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അതിന്റെ ജീവനക്കാർ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പൈപ്പ് ലൈനിന്റെ ഏത് ഭാഗത്താണ് ഈ വിള്ളൽ വീണിരിക്കുന്നത് എന്ന് വ്യക്തമായി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആ ഭാഗം അത് കൃത്യമായി അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വലിയ അളവിലേക്കാണ് ഈ CNG ചോർച്ച അല്ലെങ്കിൽ ഈ വാതക ചോർച്ച ഉണ്ടായത്. അതുകൊണ്ട് ഒരു മണിക്കൂർ നേരം അത് അന്തരീക്ഷത്തിലേക്ക് എന്തായാലും വലിയ ആശങ്കയുടെ മണിക്കൂറാണ് കടന്നുപോയത് ഡാൻ. ഒരാശങ്കയുടെ ഒരു മണിക്കൂർ എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഒരു പ്രശ്നങ്ങളുമില്ലാതെ, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ അത് സുരക്ഷിതമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്ങനെ ഇത് സംഭവിച്ചു എന്നത് അന്വേഷിക്കേണ്ടതല്ലേ? വലിയ അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരം പൈപ്പുകൾ കടന്നു പോകുന്നിടത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന നടപടികൾ ഉണ്ടായിട്ടില്ലേ? അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഈ കാര്യങ്ങളിലൊക്കെ അന്വേഷണം ഉണ്ടാകേണ്ടതല്ലേ? അതുണ്ടാകുമോ? അത് പ്രാഥമികമായ നടപടി ആ ചോർച്ച അടയ്ക്കുക എന്നുള്ളതിനാണ്. അതിനുശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നതിലേക്കൊക്കെ വിശദമായ പരിശോധനകൾ നടക്കൂ. നിലവിൽ അത് ഏത് ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അതിനടിയിൽ കൂടി CNGയുടെ പൈപ്പ് ലൈൻ പോകുന്ന കാര്യം JCB ഉപയോഗിച്ചിരുന്ന ജീവനക്കാർക്ക് അറിയാതെ പോയതാണോ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് അങ്ങനെ ഒരു ശ്രദ്ധക്കുറവ് മൂലമുണ്ടായ ഒരു പിഴവാണോ? അതിലാണ് കൃത്യമായ ഒരു വിശദീകരണം ആദ്യം ഉണ്ടാകേണ്ടത്. അത് അങ്ങനെ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അങ്ങനെ ഒരു പിഴവ്, അശ്രദ്ധ അവരുടെ ഭാഗത്തു നിന്ന് ബോധപൂർവം ഉണ്ടായതാണോ, അത് അവർക്ക് അറിയാതെ പോയതാണോ, അത് അറിഞ്ഞുകൊണ്ടാരും അതിനടുത്ത് പോയി ഇങ്ങനെയൊരു അല്ലെങ്കിൽ വളരെ ആഴത്തിൽ JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റാൻ ശ്രമിക്കില്ല. ഒരുപക്ഷെ അവർ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലായിരിക്കും എന്നത് തന്നെയാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആ പൈപ്പ് ലൈൻ കടന്നു പോകുന്ന ഭാഗത്തുകൂടിന്റെ മുകളിലൂടെ സാധാരണ സ്ഥലത്ത് നിന്ന് മണ്ണെടുക്കുന്നത് പോലെ തന്നെയാണ് അവർ മണ്ണെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനടിയിൽ ഈ CNG പൈപ്പ് ലൈൻ ആണ് എന്ന കാര്യത്തിൽ കൃത്യമായൊരു ധാരണ അവർക്ക് ഇല്ലാതെ പോയതാകാം ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് വേണം പറയാൻ. ഇപ്പോൾ ഏതായാലും അപകടകരമായ ഒരു മണിക്കൂർ പിന്നിടുന്നു. ഇപ്പോൾ ഗതാഗതം സാധാരണ നിലയിലേക്ക് എത്തുന്നു. ഈ ചോർച്ചയുണ്ടായ ഭാഗം, ലീക്കേജ് കൃത്യമായി അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അത് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുമുണ്ട്. ശരി, ഡാൻ കുര്യനാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു മണിക്കൂർ നേരം വലിയ രീതിയിലുള്ള
പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ ഇത് എന്ന ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കകളെല്ലാം ഒഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിട്ടിരിക്കുന്നു, ആ ചോർച്ച അടച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെ ഇത് സംഭവിച്ചു എന്നതിൻ്റെ കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട്. പ്രാഥമികമായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ വിവരങ്ങൾ ലഭ്യമാകാൻ വൈകും. JCB ഉപയോഗിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഇത്തരമൊരു ചോർച്ച സംഭവിക്കുന്നത്. എന്തായാലും വലിയ ആശങ്ക ഒഴിഞ്ഞിരിക്കുകയാണ്. സ്ഥിതി നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അവിടെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു. ഡാൻ കുര്യനാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.